എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിഫ്റ്റിയുടെ 22,950 പുട്ട് ഓപ്ഷൻ, അതുപോലെ തന്നെ കോൾ ഓപ്ഷനിലും. അപ്പോൾ ഇന്ന് ഇതിലും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 ട്രേഡ് എടുക്കുകയും ആദ്യത്തെ ട്രേഡിനകത്ത് 392 രൂപ എൻട്രി പ്രൈസ്, അതുപോലെ തന്നെ 383 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം 491 എൻട്രി, 487 നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച സമയത്ത് എക്സിറ്റ് ആവുന്നുണ്ടായത്. ഏകദേശം നമുക്ക് ചെറിയൊരു പോയിന്റ് മാത്രം, ഏകദേശം 13 പോയിന്റ്, 2 ട്രേഡിലായിട്ട് ഒരു 13 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാക്സിമം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ അഗ്രസീവായിട്ട് തന്നെ ട്രയൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു ബ്രേക്ക് ഇവനിൽ തന്നെ ഏകദേശം നമുക്കൊരു വൺ റിസ്ക് വന്നിട്ടില്ല എന്ന് നല്ല രീതിയിലുള്ള ലോസ് നമുക്ക് മാക്സിമം കട്ട് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ 2 ട്രേഡ് നമുക്കൊന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ട്രേഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റിയിലാണ് 2 ട്രേഡും വന്നിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യത്തിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ 2 റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരു എൻട്രി സോണായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്നിൽ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇത് 2 ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാമെന്ന കാര്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഡെയിലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി ചാർട്ടിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം ഒന്ന് ആദ്യത്തെ ക്യാൻഡിൽ ഒന്ന് റിജക്ഷൻ വരുന്നു, പിന്നെ 2 ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്, പിന്നെ ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഏകദേശം ബ്രേക്ക് ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്കറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. കാരണം മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസൊക്കെ നല്ല രീതിയിൽ ഏകദേശം ഈ ഒരു സമയത്തൊക്കെ വർക്ക് ചെയ്യാതെ വരുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ മാർക്കറ്റ് വളരെ വയലൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ ആ ഒരു 1 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാറ്റേൺ, ഒരു ഫോർമേഷനും കൂടെ വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കിവിടെ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ടൈപ്പ് പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബിയറിഷ് ടൈപ്പ് ഓഫ് പാറ്റേണും കൂടെ ഒരു 1 അവറിനകത്ത് ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രേഡ് എടുത്ത ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു 2 ഏരിയയിൽ നമ്മൾ വന്നിട്ടില്ല. ആക്ച്വലി ഇവിടെ നല്ലൊരു എൻട്രി കണ്ടതുകൊണ്ടാണ് ഈ ഒരു 2 എൻട്രിയിലോട്ട് നമ്മൾ പോയത്. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ടാണ് ആ ഒരു എൻട്രിയിലോട്ട് പോയത്. നമുക്കിവിടെ ഒരു അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോൺ, അപ്പോൾ ഞാൻ ഈ ഡെയിലി ചാർട്ടിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി നമ്മുടെ ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ 2 ലെവലാണ്, 22,910, അതുപോലെ തന്നെ ഈ ലെവൽ, ഈ ഒരു സോണും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താൽ എൻട്രി പോകാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അതിന് ശേഷം എനിക്കിവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത് 9:15. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുക്കുന്നു. അതിനുശേഷമാണ് ഫർദർ റാലിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു ഏരിയയിൽ ആണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കാണാനായിട്ട് പറ്റും, ഇന്ന് ആ ഒരു ഡെയിലി ഇന്നത്തെ ആ ഒരു പ്രൈസ് ആക്ഷൻ കാണാനായിട്ട് പറ്റും. ഏകദേശം എവിടെയാണോ സപ്പോർട്ട് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ അതേ ഒരു ഏരിയയിൽ വന്ന് തിരിച്ച് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എത്തിയ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഏകദേശം നമുക്ക് ഈ ഒരു ക്യാൻഡിൽ 9:40 ആ സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഡേ ഹൈയിലോട്ടൊക്കെ ഒരു ബ്രേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി പോകാമെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ ഒന്ന് ഫസ്റ്റ് ഫേസിൽ ഒരു ഫോർമേഷൻ വരുന്നു, ഒരു ചെറിയൊരു പാറ്റേൺ പോലെ ഫോർമേഷൻ വരുന്നു, ഇന്ന് ബ്രേക്ക് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു, തിരിച്ച് ഫർദർ ഡൗൺ സൈഡിലോട്ട് പോകുന്ന ഒരു പാറ്റേണും കൂടെയായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് എൻട്രി പോയിട്ടുണ്ടായിരുന്നത് ഒരു പുട്ട് സൈഡാണ്, ഒരു ഡൗൺ സൈഡ് എൻട്രി പോയി. അത് എൻട്രി പോയ സമയം എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്, 9:55 ക്യാൻഡിൽ. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ് ഈ എൻട്രിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഒരു ഫസ്റ്റ് ഇനിഷ്യൽ ഫേസിൽ തന്നെ ഒരു സെല്ലിംഗ് വരുന്നു. സെല്ലിംഗ് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ബയ്യേഴ്സ് അഗ്രസീവായിട്ട് ഒരു ബൈയിങ് അവിടെ കാണാൻ പറ്റും. ഈ ഒരു ബൈയിങ് പ്രഷർ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത്രയും ക്യാൻഡലിലും നല്ല രീതിയിലൊരു ബൈയിങ് നടക്കുന്നു. അപ്പോൾ ബൈയിങ്ങിന് ശേഷം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് 29 അല്ലെങ്കിൽ ആ ഒരു ഡേയിലോട് അടുത്തുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഫർദർ ഡൗൺ സൈഡിലോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നതിന് ശേഷം ഇവിടെ ഒരു ബ്രേക്കും കൂടെ സംഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഒരു പീറിഷ് സെറ്റപ്പ് ഫോർമേഷൻ വരുന്നു, ഒരു ബ്രേക്കും കൂടെ വരുന്നു. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നമ്മുടെ ഏകദേശം നമുക്കൊരു ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു മൂവ് കിട്ടിയതായിരുന്നു. നമുക്ക് ഏകദേശം കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻഡിൽ. 10:05 ക്യാൻഡിൽ നല്ലൊരു മൂവ് കിട്ടി. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, എന്നിരുന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ ആ ട്രേഡ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റും, പിന്നെ നമ്മുടെ ആ ഒരു കറക്റ്റ് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഒരു അത്രയും ലോസ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നമുക്ക് അടുത്തൊരു സെക്കൻഡ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വന്നതിന് ശേഷം തന്നെ പിന്നെ വീണ്ടും ബൈയിങ് വരുന്നു, തിരിച്ച് ഫർദർ ഡൗൺ സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ഡൗൺ സൈഡിലോട്ട് പോകുമ്പോഴാണ് ഞാൻ രണ്ടാമത്തെ ട്രേഡിലോട്ട് പോയത്, അപ്പ് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ട്രേഡിലോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രേഡ് ഇവിടെ നമുക്ക് എടുക്കുന്നു, ഫെയിൽ ആവുന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ്
ഇവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും, ഞാൻ പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഈ ഒരു ബ്രേക്കോട് കൂടിയാണ് ആ ഒരു ട്രെൻഡിന് സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്കൊരു ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ രണ്ടാമത്തെ എൻട്രി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ ഈ സമയത്ത് നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഈ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഞാൻ എൻട്രി പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ബ്രേക്ക് ആവുന്നുണ്ട്, ആ ബ്രേക്ക് ആവുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾ എൻട്രി പോയി ജസ്റ്റ് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്കൊരു മൂവ് കിട്ടി, അപ്പ് സൈഡ് നമുക്ക് നല്ലൊരു മൂവ് കിട്ടിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു മൂവ് കിട്ടി. പിന്നെ നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡ് ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ട്രേഡും ജസ്റ്റ് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് ശരിക്കും ആ ഒരു ഞാൻ ഇനിഷ്യൽ സ്റ്റോപ്പ് ലോസ് അല്ലായിരുന്നു, സ്റ്റോപ്പ് ലോസ് കുറച്ച് ട്രയൽ ചെയ്ത് കൊണ്ടായിട്ട് ആ ഒരു സ്റ്റോപ്പ് നമുക്ക് ലോസ് റെഡ്യൂസ് ആയി കിട്ടി. പിന്നീട് ആ ഒരു ഡേ ഹൈന്ന് ഒരു റിജക്ഷൻ വരുന്നു, പിന്നെ ഫർദർ സെല്ലിങ്ങിലോട്ട് വരികയാണ് ചെയ്തത്. നല്ല വോളറ്റൈലാണ്, കാണാനായിട്ട് പറ്റും. ഏകദേശം ഈ ഒരു സപ്പോർട്ടിലെത്തിയതിന് ശേഷവും പിന്നീട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാനായിട്ട് പറ്റും. ഈ സപ്പോർട്ട് ആദ്യമേ ബ്രേക്ക് ചെയ്യുന്നു, അത് ഫേക്ക് ഔട്ട് ആവുന്നു, ജസ്റ്റ് ആ ഒരു സോണിൽ തന്നെ നല്ലൊരു സ്വിങ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല വോളറ്റൈലായിട്ട് തന്നെ നിഫ്റ്റിയും അതുപോലെ ബാങ്ക് നിഫ്റ്റി ആയാലും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, വോളറ്റൈലായിട്ടാണ്. അപ്പോൾ പിന്നീട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ സോൺ തന്നെയാണ് ഈ ഒരു ഹൈ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും കൂടെയാണ്. നമുക്ക് 1 അവറിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ അപ്സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നിഫ്റ്റി മാത്രമേ അതിൻ്റെ ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുള്ളൂ. ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു സോണാണ് ഈ ഒരു സോൺ എന്ന് പറയുന്നത്. ഏകദേശം 48,974 അതുപോലെ തന്നെ 49,200 എന്ന് പറഞ്ഞൊരു സോൺ. ഈ ഒരു സോണിന് ശരിക്കും നമുക്കൊരു എൻട്രി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ എൻട്രി എടുത്താലും ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഫർദർ അപ്സൈഡ് പോയിട്ട് തിരിച്ച് താഴെ വരില്ല. അപ്പോൾ കുറച്ചും കൂടെ സേഫ് എൻട്രി, ഒരു BSനെ സംബന്ധിച്ച് സേഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എൻട്രി നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നാളെ നോക്കാം എന്താണ് മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി നാളെ നമുക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എടുക്കാം.